അല്ല, അനുസരിച്ച് ഭജന അങ്ങനെ തന്നെ അങ്ങനെയാണ്. പക്ഷെ ഇരിക്കത്തുള്ളൂ. ഈ ടീമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ നന്ദഗോവിന്ദത്തെ ടീമും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഹൈന്ദവ അവർ ആചാരവുമായി സാമ്പ്രദായികമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് പറ്റിയിരിക്കുന്ന അബദ്ധം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ ഇതിനോട് യോജിക്കുന്നില്ലല്ലോ അല്ലല്ല, അല്ലേ? ഇതൊരു എന്നെ പറയാൻ ഹൈന്ദവ പൂർത്തിയാക്കിയതിന് ശേഷം ആചാരവുമായി ആയിക്കൊള്ളട്ടെ. എന്നെ ബന്ധപ്പെടുത്തുന്നതിനോട് കൊണ്ട് താങ്കൾക്ക് പറയാൻ അവസരം പറയിക്കാതിരുന്നാ തരാം. ശ്രീ ഷാബു പ്രസാദ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഏതാണ്ട് മുക്കാൽ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണുള്ളത്. അതായത് ആചാരപരമായ കാര്യങ്ങൾ, ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെതായ സാമ്പ്രദായികമായ ആചാര പദ്ധതികൾ ഉണ്ടാകും. ആ ആചാരപരമായ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ 100% ആ ക്ഷേത്രവുമായിട്ടും ആ ദേവതയുമായും ബന്ധപ്പെട്ട ആ ദേവതയുടെ ഇഷ്ടങ്ങളും പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളുമൊക്കെയാണ് അവിടെ പ്രാധാന്യമുള്ളത്. ഭജന എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക. അത് അതിന്റെ കാർണിവൽ പാർട്ട് തന്നെയാണ്. ഈ ഒരു ക്ഷേത്രത്തിലും ഇപ്പൊ പറഞ്ഞില്ല, ഈ ആചാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ ക്ഷേത്രത്തിനും ഒരു ആചാരമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന ഭജന ഉണ്ടായിരിക്കണം എന്ന ഒരു സിസ്റ്റം എവിടെയും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതാണ് ആചാരം എന്ന് പറയുന്നത്. ഇത് ജനങ്ങളെ, നമുക്ക് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ഒരു ഭക്തിയുടെ ഒരവസ്ഥയിലേക്ക് ഉയർത്തി സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സംഭവമാണിത്. പിന്നെ ഇവർ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഉള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ ടീമിനോട് വലിയ അപ്രീസിയേഷൻ തോന്നിയിട്ടില്ല ഒരിക്കലും. ഞാൻ ഇവരുടെ പ്രോഗ്രാംസ് നേരിട്ട് കണ്ടിട്ടുമില്ല. ഇവരൊരു വലിയ സംഭവമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നപ്പോഴും അനുകൂലിച്ചു എതിർത്തും പറയാനും പോയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരോട് ഉണ്ടായിരുന്ന ഒരു മറ്റൊന്ന് ഒരു അനുകൂല മനോഭാവം എന്താ പറഞ്ഞാൽ, ഈ വേടൻ ടീമുകളൊക്കെ ഉണ്ടാക്കിയ ആ ഒരു തരം ഒരു ഹാലിളക്കുണ്ട് ഈ നാട്ടില്. ഇതിന് എതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭക്തിയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവജനങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതിനെ നമ്മൾ വളരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ള ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ അതാണ് ഭജന എന്ന് പറയുന്നത്. അല്ല, ഇവരിങ്ങനെ ചെയ്തത് എന്തോ വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടല്ലോ. അതിനോട് താങ്കൾ അങ്ങനെ ഒരു വലിയ തെറ്റ് ഇവർ ചെയ്തു എന്നുള്ളതാണോ? ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിൽ അല്ലെങ്കിൽ പോലും ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന പേരിൽ ഇവർ ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കുകയും അത് ഈ ഭജനകളിൽ നിന്ന് തെന്നി മാറി ക്രൈസ്തവ ഗാനങ്ങൾ പാടി, അങ്ങനെ അവരെ വിമർശിക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഒറ്റ നിലപാട്. ഇല്ല, ഈ ടീം ഭജനയുടെ സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറി അത് വലിയ ഒരു എക്സ്ട്രാവഗൻസ, ഒരു വിഷ്വൽ ട്രീറ്റ്, LED ദൃശ്യ ശബ്ദ വെളിച്ച വിന്യാസങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പം ഇവരുടെ ഭജന, ഇവരുടെ ഈ പ്രോഗ്രാം നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് കേട്ടാൽ നമുക്ക് ഒരു ഫീലും ഉണ്ടാവില്ല, ഒരു ഫീൽ. അതേസമയം അമൃതാനന്ദമയി ദേവി അമ്മയുടെ ഭജന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭജന നമ്മൾ കണ്ണടച്ചിരുന്ന് നമുക്കത് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഇതെല്ലാം കൂടെ ഇതൊരു ഭജനയുടെ സാമ്പ്രദായിക രീതിയേ അല്ല ഇവരുടേത്. ലക്ഷങ്ങളാണ്, വലിയ അതിപൂറ്റൻ LED വോള്, അതിഭയങ്കരമായ ശബ്ദം. ബാബു, അവരങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല കേട്ടോ. അവർക്ക് ഇത്രയും ആരാധകരെ കിട്ടിയത് അവർ ഈ രീതിയിലുള്ള അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇല്ല, അതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതിന്റെ അകത്ത് സംഭവം കൊണ്ട് ഇവിടെ ഹിന്ദുത്വം അടിമുടി തകർന്നു വീണു, എന്തോ വലിയ അപരാധം ചെയ്തു എന്ന നിലപാട് എനിക്കില്ല. അപ്പൊ അങ്ങനെ അത് ആ സംഭവം ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അനാവശ്യമായി ഇതിന്റെ അകത്ത് കൊണ്ടുപോയി തലവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിനീതമായ നിലപാടാണ് എനിക്കുള്ളത്. ആര് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ വിളയുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്, ശശികല ടീച്ചറുണ്ട്. കഴിഞ്ഞല്ലേ കാര്യം, ഇതിന്റെ അകത്ത് ചെന്ന് ചാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അവർ ക്രൈസ്തവ ഗാനം പാടിയിട്ടുണ്ടെങ്കിൽ അവരെ അതിന്റെ വഴിക്ക് വിടുക, അല്ല അതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ല, കേൾക്കേണ്ടവർ കേട്ടാൽ മതി. ഇനിയിപ്പോ ഇതിന്റെ അകത്തോടെ സംഭവിക്കുന്ന എന്താണെന്നറിയാവോ? ഇതിന്റെ അകത്തോടെ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ രാഹുൽ ഈശ്വർ വന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. കാര്യം ഇങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് ഒരു വലിയ വടി അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ടീമിനെ അല്ലെങ്കിൽ ഈ നന്ദഗോവിന്ദ ഭജൻസ് ടീമിനെ പൂർണ്ണമായും നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അകറ്റി അവരെ വേറൊരു അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയിലേക്കൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത് നിർത്തുക. കാര്യം ഇവിടെ ഹിന്ദു സമൂഹത്തിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് ഇതിന്റെ ഉള്ളിൽ തന്നെ
കടുത്ത ജാതീയത ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഈ ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ ഒരു വെടിക്കെട്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ 2 ദിവസം മുമ്പ്. എത്രയോ കോടികളാണ് ഇവിടെ. അതായത് നന്ദഗോവിന്ദ ഭജൻസ് എന്തോ മഹാപരാധം ചെയ്തു എന്ന മട്ടിലുള്ള ഒരു വിമർശനം വേണ്ട അല്ലെ? ആ രീതിയിൽ അവരൊരു പ്രൊഫഷണൽ മ്യൂസിക്കൽ ട്രൂപ്പാണ്. അവരെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കില് മഞ്ജുഷേ, ഇപ്പൊ ആശ്രമം എന്ന് പറയുന്നത് അവരുടെ പേരിൽ ഭജൻ എന്ന പേരുള്ളതാണ് ഇത്ര വലിയ പ്രശ്നമെങ്കിൽ, ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ സങ്കല്പം എന്താണ്? ഒരാശ്രമത്തിൽ മറ്റുള്ള മതങ്ങൾ പാടുണ്ടോ? അമൃതാനന്ദമയി ഈ അമ്മയുടെ ആശ്രമത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നുണ്ടെന്ന്. ക്രിസ്തുമസ് ആഘോഷം അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം മഞ്ജുഷ ഇരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ, ക്രിസ്തുമസ് സെലിബ്രേഷൻസ് ഇൻ അമൃതാനന്ദമയി മഠ്. അമ്മ നേരിട്ട് പങ്കെടുക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളാണ് ഒരു ആശ്രമത്തിലാണ് നടക്കുന്നത്. ഒരു നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആധ്യാത്മിക ഗുരുവായ അമൃതാനന്ദമയി അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ അകത്തൊക്കെ എന്തിനാണെന്ന് നമ്മൾ ഇത്ര കാര്യം, ഇതൊക്കെയാണോ ശരിക്കും ഈ നാട്ടിലെ ഹിന്ദുവിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്? ഇതൊന്നും അല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ. ശ്രീ വിനു കിര്യത്ത്, ഇതിലൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇലമെന്റ് കൂടി ഉണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. ആ ടീം, നന്ദഗോവിന്ദം ടീം വിശദീകരണവും നൽകി കഴിഞ്ഞു. എന്നിട്ടും ആ വിശദീകരണത്തിൽ പിടിച്ചും ഇപ്പോൾ അവർക്കെതിരെയുള്ള വിമർശനം, അധിക്ഷേപം ഒക്കെയാണ് നടക്കുന്നത്. വളരെ വിഷമത്തോടെ ഞാൻ നന്ദകുന്തിരിക്കുമെന്നാണ് അവരെ ഇപ്പോൾ ഞാൻ വിഷമത്തോടെ ഒരു കാര്യം പറയാം. മഞ്ജുഷ് തുടങ്ങിയത് തന്നെ സംഘപരിവാർ അജണ്ട. നോക്കൂ, എല്ലാ ഹിന്ദുക്കളും സംഘപരിവാർ അല്ല. ഇതിനെ എതിർക്കുന്ന ഹിന്ദുക്കളെല്ലാം സംഘപരിവാറാണെങ്കിൽ നമ്മൾ മൊത്തം ഞങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് പറഞ്ഞ അങ്ങനെയാണ് ശീർഷകം നിങ്ങളുടെ ഫസ്റ്റ് ഡയലോഗിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പം തൊട്ട് അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് തോന്നി. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയായിരുന്നു: നന്ദഗോവിന്ദം ഭക്തിയും സംഗീതവും ചേർന്ന വേദി. അവിടെ ഒരു ക്രൈസ്തവ ഗാനം മുഴങ്ങിയപ്പോൾ മതസൗഹാർദ്ദത്തിന്റെ മനോഹര നിമിഷത്തെ വിവാദമാക്കുന്നത് എന്തിനെന്നാണ്. അവിടെ സംഘപരിവാർ ഭക്തിഗാനം പറഞ്ഞിട്ട് അതിൽ തെറ്റെന്താണ്? സംഗീതത്തിന് മതമില്ല, ഭക്തിക്ക് അതിരുകളില്ല, ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്രമേൽ പ്രധാനമാണ്. പക്ഷേ മതങ്ങൾ തമ്മിലുള്ള ബഹുമാനവും അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ്. കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ടീം ക്രൈസ്തവ ഗാനം ആലപിച്ചതിനെതിരെ വിമർശനം വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നന്ദഗോവിന്ദത്തെ കുന്തിരിക്കമാക്കുന്ന അജണ്ട ഒരിടത്തും സംഘപരിവാർ പറഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.